May let us turn to Acts chapter 12. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. We live in a very interesting times. നമ്മൾ വളരെ രസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. Because there is a lot of persecution against Christians. ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അനേക പീഡനങ്ങൾ വന്നതുകൊണ്ട് A lot of churches are under attack. അനേക സഭകൾ ആക്രമണത്തിന് ഇരയായി. A lot of believers are put in prison. അനേക വിശ്വാസികളെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. And they are false cases are against them. തെറ്റായ കേസുകൾ അവരുടെ മേലെ ചുമത്തുവാനായിട്ട് ഇടയായി. They are languished in prisons and in courts. അവരെ കോടതികളിലും മറ്റും ആയിട്ട് പീഡനത്തിന് വിധേയമാക്കുന്നു. When you read the church history, നമ്മള് സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ wherever there is persecution, പീഡനങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ the church grew rapidly. അവിടെയൊക്കെ സഭ വളരുവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. In the country of Iran, God is doing amazing things. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ദൈവം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. Christianity is growing in a very high percentage in India. ഇന്ത്യയെക്കാളും വലിയൊരു ശതമാനം വളർച്ച ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലുണ്ടായി. In state of China, ചൈനയുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. a lot of believers are an underground church. Persecution is more, but still Christianity is growing in a very rapid pace. വളരെ രഹസ്യമായി കൂടി വന്നിരുന്ന സഭകളിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും വളരെയധികം സഭകൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. Say there are around 20 to 25% Christians now in China. ചൈനയിൽ ഏകദേശം 20 മുതൽ 25% വരെയുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായതായിട്ട് കാണുന്നു. We lived a more comfortable way, and Christianity stagnates around 2%. നമ്മള് വളരെ സുഖലോലുപതായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ ശതമാനം എന്ന് പറയുന്നത് ഏകദേശം 2% അല്ലെങ്കിൽ ഒരു നിശ്ചല നിൽക്കുന്നു. God will use the persecution for His glory. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ പീഡനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. So we are going to discuss about an event that happened 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. How the early church was attacked by King Herod. ഹെരോദ് എന്ന് പറയുന്ന രാജാവ് സഭയെ എങ്ങനെ ആക്രമിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് കാണുന്നത്. Verse 1 goes on like this. അതിന്റെ 1-ാം വാക്യം, Herod the king laid violent hands on some who belonged to the church. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. Who is that King Herod? ഹെരോദാ രാജാവ് ആരാണ്? There are many King Herod that we see in the scripture. നമ്മൾ ദൈവവചനത്തിൽ അനേക ഹെരോദാ രാജാക്കന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. Herod the Great. വലിയ ഹെരോദാ രാജാവ്. What time he lived? ഏത് സമയത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്? When Jesus was born. കർത്താവ് യേശുക്രിസ്തു ജനിച്ച സമയത്ത്. When he heard that Jesus, the King of Jews, is going to be born, he ordered to kill all the babies under the age of 2. അദ്ദേഹം കർത്താവായ യേശുക്രിസ്തു ജനിച്ച സമയത്ത് ആ രാജാവ് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാനായിട്ടുള്ള ഉത്തരവിറക്കി. There is a saying like this. ഇങ്ങനെ ഒരു സംസാരം, to be born as a pig than to be born as a child to the King Herod. ഒരു കുഞ്ഞായിട്ട് ഹെരോദാ രാജാവിന്റെ രാജ്യത്തിലായിരിക്കുന്നേക്കാൾ നല്ലത് King Herod like a son. It is better to be born as a pig than to be Herod's son or daughter. Okay. ഹെരോദാവിന്റെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഒരു പന്നിയെ പോലെ ജനിക്കുന്നതാണ് നല്ലത് എന്നൊരു സേയിങ് തന്നെ ഉണ്ട്. Why? എന്തുകൊണ്ടാ? Because he killed his own sons and daughters. അവൻ തന്റെ തന്നെ മക്കളെ തന്നെ താൻ കൊല്ലുവാനായിട്ട്. Such a violent man. അത്രയും നിഷ്ഠൂരനായ വ്യക്തിയാണ്. And in his lineage there is another king, Agrippa. അഗ്രിപ്പ എന്ന് പറഞ്ഞ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. And he beheaded John the Baptist. യോഹന്നാൻ സ്നാപകന്റെ തല അറുത്ത രാജാവ്. And in the lineage there is another king hero, the Antipas. അന്തിപ്പാസ് എന്ന് പറഞ്ഞ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. So now that wicked bloodline goes through that family. ആ രക്തം ചൊരിയുന്ന ആ ഒരു കുടുംബത്തിന്റെ ചരിത്രം ഇങ്ങനെ പോവുകയാണ്. And he begins to persecute the church. സഭയെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേ അവരിയ്ക്കുകയാണ്. Verse 2 says Herod killed James the brother of John with the sword. അവിടെ 2-ാം വാക്യത്തിൽ കാണുന്ന യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. And it pleased the Jews, and he saw it, and he proceeded to arrest Peter and also planned to kill
Peter. അവര് ഇത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടിട്ട് പത്രോസിനെയും പിടിച്ച് ഇതുപോലെ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. So during that time there was a big festival in Jerusalem. ആ സമയത്ത് അവിടെ ഒരു വലിയ പെരുന്നാൾ നടക്കുകയാണ്. What festival is that? എന്താണ് അവിടുത്തെ നടക്കുന്ന ഉത്സവം? The festival of unleavened bread. അവിടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. Festival of Passover. പെസഹ കഴിഞ്ഞതിന് ശേഷം. So thousands of people were there and he wants to please Jews. അവിടെ ആ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാനായിട്ടാണ് താൻ ഇത് ചെയ്യുന്നത്. So after the festival was over, he planned to kill Herod. ഹെരോദ രാജാവ് in verse 4, after the Passover he planned to put him, bring him out to the people. അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. So verse 5, so Peter was kept in prison, but earnest prayer for him was made to God by the church. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുന്ന സമയം സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥിക്കുക. He is facing a very very big problem in his life. പത്രോസ് വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. Next day his head is going to be cut off. തന്റെ തല ഛേദിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. Anyone facing a big problem more than Peter here? ഇവിടെ ഉള്ള ആരെങ്കിലും ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ? Anyone's head is going to be cut off tomorrow? ആരെങ്കിലും തല നാളെ ദൈവം ആരെങ്കിലും ഛേദിക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? തല പോകുന്ന പ്രശ്നമാണല്ലേ? But here we see what was the first response when a big crisis came into his life. ആ ഒരു സംഭവം പത്രോസിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്താണ് അവിടെ നടന്നത്? I don't want to deliver another sermon one way. I want to hear from you. Verse 5, can somebody say the answer? What was the first response? എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രതികരണം നടന്നത്? Earnest prayer. Who made it? ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന. ആരാണ് അവിടെ പ്രാർത്ഥിച്ചത്? By the church. സഭ. Which is the most attended meeting in the church? ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംബന്ധിക്കുന്ന I don't know about Tirumala, but in our Madurai worship meeting, more than 150 people. തിരുമല സഭയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്നാൽ മധുര അസംബ്ലിയില് ആരാധനയ്ക്കാണ് ഏകദേശം 150 ആളുകൾ വരുന്നത്. Prayer meeting? പ്രാർത്ഥനാ യോഗത്തിൽ 20. But here we see the church is praying earnestly. ഇവിടെ ഈ സമയത്ത് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. Peter was kept in prison. There was an earnest prayer made by the church. അവിടെ പത്രോസിന് വേണ്ടിയിട്ട് പത്രോസ് ജയിലിലായിരിക്കുന്ന സമയത്ത് സഭ അവിടെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. Dearly beloved, when you are facing a great crisis in your life, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ surround yourself with the prayer warriors of your church. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും പ്രാർത്ഥന ഭടന്മാരെ നമ്മൾ നിർത്തുക. Don't think that you can do it on your own strength. നിങ്ങളെ തന്നെ നിങ്ങൾ ആശ്രയിക്കുവാനായിട്ട് പോകരുത്. Ask people to pray for you. മറ്റു വിശ്വാസികളോട് നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുക. These believers, they don't do their own strength by going to the court or the lawyer. It is not sinful to go to a court or lawyer, but the first thing or the first response is to pray to the living God. അവരാരും കോടതിയിലേക്കോട്ട് പോകുന്നതൊന്നും തെറ്റൊന്നും അല്ല. എന്നാൽ അവർ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. So when you face a crisis, first thing you have to do is to surround yourself with the prayer warriors. നിങ്ങൾ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടിലായി പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് പറഞ്ഞ് ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. And read verse 6 and 7. 6-ാം വാക്യം 7-ാം വാക്യം നമ്മൾ നോക്കുക. Read it for me. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. Herod was sleeping. ഇവിടെ നാം കാണുന്നു ഹെരോദാവ് ഉറങ്ങുന്ന സമയത്ത് there were 4 soldiers to guard in each shift. അവിടെ 4 പടയാളികൾ അവിടെ കാവൽക്കാരായിട്ട് നിൽക്കുകയാണ്. For every 6 hours there were 4 soldiers. എല്ലാ 6 hours 6 മണിക്കൂറും 4 ഭടന്മാർ വീതം അവിടെ ഉണ്ടാവും. So for one day shift there were 16 soldiers to
guard one person. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഏകദേശം 16 പടയാളികൾ ഒരു ദിവസം ഇവന് കാവൽ നിൽക്കുവാനായിട്ടുണ്ടായിരുന്നു. That is why we see 4 squads of soldiers. അതുകൊണ്ടാണ് നമ്മൾ 4 കൂട്ടം കാവൽക്കാർ എന്ന് അവിടെ വായിക്കുന്നത്. And his hands were tied to 2 soldiers. അവന്റെ 2 കൈകളും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. And he was going to be brought to the people, and he was going to be killed in a similar fashion. Like James. അവിടെ യാക്കോബിനെ കൊന്നതുപോലെ തന്നെയും ജനങ്ങളുടെ മധ്യയെ കൊണ്ടുപോയിട്ട് തന്റെ തലയും അറക്കുവാനായിട്ടായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. But what was Peter doing? എന്നാൽ എന്താണ് പത്രോസ് അവിടെ ചെയ്തത്? He was sleeping. അവൻ ഉറങ്ങുകയാണ്. How was he sleeping? എങ്ങനെയാണ് പത്രോസ് ഉറങ്ങുന്നത്? He was sleeping like a baby. ഒരു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ How ഉറങ്ങുക. many of you have babies in your home? എത്ര പേർക്ക് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ I വീടുകളിലുണ്ട്? have a small baby in my home. സഹോദരന്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. Getting up my daughter for school is very huge task. സ്കൂളിലേക്ക് അവരെ രാവിലെ ഉണർത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ She will not ജോലിയാണ്. get up. രാവിലെ എഴുന്നേക്കത്തില്ല. So in order to wake her up, we will put a light. ലൈറ്റ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. She will not wake up. എന്നിട്ടും എഴുന്നേക്കത്തില്ല. Then what we will do? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? We will switch off the fan. ഫാൻ ഓഫ് ചെയ്യും. Then she will not wake up. എന്നിട്ടും എഴുന്നേക്കത്തില്ല. Then what you will do? എന്നിട്ട് എന്ത് ചെയ്യും? If you are a parent, what you will do? നിങ്ങളൊരു രക്ഷാർത്താവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? No experience? അനുഭവങ്ങളൊന്നും ഇല്ലേ? You will like രണ്ട് അടി കൊടുക്കും. രണ്ട് അടി കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? എണ്ണീക്കും. Likewise, here we see Peter is so in deep sleep. അവിടെ പത്രോസ് ഉറങ്ങുകയാണ്. Very not ordinary sleep, deep sleep. അവിടെ നന്നായിട്ട് അവൻ ഉറങ്ങുകയാണ്. Like a baby. ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെ. Because verse 7, 7-ാം വാക്യത്തിൽ നമുക്ക് the angel of the Lord stood next to him and a light shone in the cell. അവിടെ ഒരു വലിയ ഒരു വെളിച്ചം അവിടെ പ്രകാശിച്ചു. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എന്ന് How many of പറഞ്ഞു. you seen the angel of the Lord? എത്ര പേര് ദൈവത്തിന്റെ ദൂതനെ You കണ്ടിട്ടുണ്ട്? would have seen in the cartoons, right? കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്. How they draw. എങ്ങനെയാണ് അവർ വരയ്ക്കുന്നത് There's അതിന്? a big shine, right? Like a big light surrounding the angel. ദൂതന് ചുറ്റും വലിയ പ്രകാശമുള്ള രീതിയിലാണ് ആ പടങ്ങളൊക്കെ It's വരയ്ക്കുന്നത്. not like this 100 watt or 200 watt. അതൊരു 200 വാട്ട്സിന്റെ ഒരു പ്രകാശമൊന്നും ആയിരിക്കത്തില്ല. Maybe like 10,000 watts maybe. ഒരു പക്ഷേ ഒരു 10,000 വാട്ട്സിന്റെ അത്രയും Even പ്രകാശം the ഉണ്ടാവും. angel of the Lord is shining that much light. The light shone in the cell, verse 7, Peter is still sleeping. അത്രയും വലിയൊരു പ്രകാശം തന്നെ കിടക്കുന്ന ആ കാരാഗൃഹത്തിൽ പ്രകാശിച്ചിട്ടും താൻ പത്രോസ് പിന്നെ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഉറങ്ങുകയാണ്. Then what the angel of the Lord did? എന്താണ് ദൈവത്തിന്റെ ദൂതൻ അവിടെ ചെയ്തത്? He struck Peter. That means adi, like gave beating. അവന് തട്ടി ഉണർത്തുകയാണ്. And then Peter got up, woke up. പത്രോസ് അവിടെ എഴുന്നേൽക്കുന്നുണ്ട്. Dearly beloved, can we sleep like that when we face a big conflict and problem that we deal every day? പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിലും പ്രശ്നത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കിടന്ന് സുഖമായി ഉറങ്ങുവാനായിട്ട് സാധിക്കാറുണ്ടോ? Insomnia is the biggest problem right now in the developed nations like in America. അമേരിക്കയിലുള്ള പോലത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ. Insomnia means they can't sleep in the night. രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങളുള്ളത്. They take sleeping pills and then only they can sleep. അവർ ഉറക്ക ഗുളിക കഴിച്ചാൽ മാത്രമേ അവർക്ക് ഉറക്കം വരത്തുള്ളൂ. They have a lot of money, they have good jobs, but still they can't sleep. അവർക്ക് നല്ല ജോലിയുണ്ട്, നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഉറങ്ങാനായിട്ട് Because of സാധിക്കുന്നില്ല. the problems that they face in their offices, in their families, they lose their sleep. അവരുടെ ഓഫീസിലെ പ്രശ്നം മുഖാന്തരം, കുടുംബത്തിലെ പ്രശ്നം മുഖാന്തരം അവർക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. In our lives also small problems make us not to sleep, and lot of BP and sugar rises up in our lives. നമ്മുടെ ജീവിതത്തിലെ ചില ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് മുഖാന്തരം നമുക്ക് രാത്രി ഉറങ്ങുവാനായിട്ട് കഴിയാതെ നമ്മുടെ BP ഷുഗർ ഒക്കെ വർദ്ധിക്കുന്ന ലെവലിലേക്ക് വരും. Peter is going to die the next day. His head is going to be cut off. ഈ പത്രോസിനെ സംബന്ധിച്ച് ആ പിറ്റേ ദിവസം പത്രോസിന്റെ തല ഛേദിക്കുവാനായിട്ട് പോവുകയാണ്. How is he able to sleep like a baby? എങ്ങനെയാണ് പത്രോസിന് ഈ രാത്രി ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞത്? Any secret? എന്തെങ്കിലും രഹസ്യം അതിന് പിന്നിലുണ്ടോ? Don't sleep in my sermon. Any reason? Afterlife. Oh, I'm ready to see my Savior. Yes. Hallelujah. Okay. Any other answer? മറ്റേതെങ്കിലും ഉത്തരം?
church was praying, so he was very confident വളരെ maybe, വളരെ ധൈര്യമുള്ളവനായിരുന്നു. that God will deliver him. Okay, faith was there. വിശ്വാസം. I think he hold on to God's promise or God's word when he lived, when Jesus was doing that 3.5 year ministry. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ആ വാക്കുകളിൽ, ആ വാഗ്ദത്തങ്ങളിൽ താൻ മുറുകെ പിടിച്ചു എന്നുള്ളത് What കൊണ്ടായിരുന്നു. Jesus told about Peter എന്താണ് after the resurrection? പത്രോസിനെ കുറിച്ച് ആ പുനരുദ്ധാനത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് പറഞ്ഞത് എന്താണ്? John chapter 21 verse 18. അപ്പോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 18 You can read it വാക്യം. in Malayalam. മലയാളത്തില് 21:18 ഇങ്ങനെ വായിക്കുന്നു: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. 19. 19 വാക്യം: അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. Jesus said the way he is going to die. കർത്താവായ യേശു ക്രിസ്തു പത്രോസ് എങ്ങനെ മരിക്കും എന്നുള്ളത് പത്രോസിനോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. When he is going to die. എപ്പോഴാണോ മരിക്കുക എന്നുള്ളതും കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞിരുന്നു. Jesus saying to the Peter, you are not going to die at an young age. യൗവനക്കാരനായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നീ മരിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. When you are old, നീ വയസ്സായതിനു ശേഷം you will stretch out your hands. നീ നിന്റെ കൈ നീട്ടിക്കൊണ്ട് And they will carry you where you do not want to go. And this he showed to show what kind of death he was to glorify God. നീ ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും, അവന്റെ മരണവിധം ഏത് വിധമാണ് എന്നുള്ളത് കർത്താവ് അവനോട് പറഞ്ഞിരുന്നു. So he believed in that word of God that Jesus Christ uttered about the life of Peter. ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ വാക്കുകളിൽ പത്രോസ് മുറുകെ പിടിച്ചിരുന്നു, അവൻ വിശ്വസിച്ചിരുന്നു. He knew that he was young. He's not old during that time, chapter 12. ഈ അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായം എഴുതുന്ന ആ സന്ദർഭത്തിൽ അവൻ അധികം വയസ്സ് ചെന്നവനല്ല. He knew that God had a higher plan and purposes for his life, and I'm going to cling on to the promise that he has made for me. അവൻ ഉറപ്പുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്നെ ഇവിടെ മരിക്കുവാനായിട്ട് അനുവദിക്കത്തില്ല, അവന് വലിയ പദ്ധതികൾ ദൈവത്തിൽ അവന്റെ മേൽ ഉണ്ട് എന്നുള്ളതിൽ അവൻ മുറുകെ പിടിച്ചിരുന്നു. Dearly beloved, if you cling on to the God's promises, you will sleep like a baby. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു കുഞ്ഞു ഉറങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കും. God's promises is that I will never leave you nor forsake you. ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കുക. So don't worry about tomorrow, don't worry about the money, or don't worry about the possession, because I will never leave you. That is the promise that you need to cling on. നാളെ കുറിച്ച് ഓർത്ത്, നിങ്ങളുടെ സമ്പത്തിനെ ഓർത്ത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാകും എന്നത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുക, അവൻ നിങ്ങളെ പുലർത്തും. Seek ye first the kingdom of God, and all these things shall be added unto you. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള വാഗ്ദത്തം. Do not worry about anything or clothing or what food you are going to eat. God is promising everything that he will provide in his time. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളുടെ ആഹാരത്തെ കുറിച്ചോ വസ്ത്രങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾ വിചാരപ്പെടരുത്. അതിൻ്റെതായ സമയത്ത് ദൈവം അത് നിവർത്തിച്ചു തരിക തന്നെ ചെയ്യും. Peter clung on to the God's promises, so he knew that is not his time to die, and he clung to God's word and promises. ആ പത്രോസ് ആ ഒരു സമയത്തെ കുറിച്ച് താൻ ആലോചിച്ചത്, ഞാൻ ഇപ്പൊ ഒരിക്കലും മരിക്കത്തില്ല, കർത്താവ് പറഞ്ഞ ആ സമയം വരെ ദൈവം നമ്മെ നടത്തും എന്നുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു. That is why he slept like a baby. അതുകൊണ്ടാണ് പത്രോസ് ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെ പത്രോസിന് ഉറങ്ങുവാനായിട്ട് സാധിച്ചത്. And verse 8 goes on like this. അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ നാം കാണുന്നു. Angel said to him, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. Imagine if I am an angel. നിങ്ങള് ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, സഹോദരൻ ഒരു ദൈവദൂതനാണെന്ന് വിചാരിക്കുക. Chain is fell off. തന്റെ കയ്യിലുള്ള ചങ്ങലയൊക്കെ വീണുപോയി. All the soldiers are looking very attentively guarding the Peter. എല്ലാ തന്നെ ചുറ്റുമുള്ള പടയാളികൾ തന്നെ ജാഗരൂകരായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 16 soldiers are there guarding one person. ഒരു 16 പടയാളികൾ തനിക്ക് ചുറ്റും തന്നെ നോക്കുവാനായിട്ട് അവിടെ ആയിരിക്കുന്നു. If I am an angel, what would I say? ഒരു ദൈവദൂതനാണെങ്കിൽ ആദ്യം ഞാൻ എന്തായിരിക്കും പറയാ? Peter, come quickly, within a second we will have to escape through these gates. പീറ്റർ പെട്ടെന്ന് എഴുന്നേറ്റ് വരിക, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടതാണെന്ന് പറയും. But what the angel says? എന്നാൽ ഇവിടെ ദൈവദൂതൻ എന്താണ് പറയുന്നത്? Put your outer garment, dress yourself.
അവിടെ പറയാണ് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക, നിന്റെ Put വസ്ത്രം your എടുത്ത് പുതയ്ക്കുക, sandals, wrap your cloak, and then follow me. എന്നിട്ട് എന്റെ പിന്നാലെ വരിക എന്ന് പറയുക. What is the spiritual lesson that we can learn from it? എന്ത് ആത്മീയ സത്യമാണ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്? Omnipotent of God is never in hurry. സർവശക്തനായ ദൈവം ഒരിക്കലും ധൃതിയുള്ള ദൈവമല്ല. We may think God is all powerful. Everything should happen in a second, in a moment. Everything should happen in my own timing. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം, സർവശക്തനായ ദൈവം എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം നിവർത്തിച്ചു തരും എന്നുള്ള വിചാരമൊന്നും നമ്മൾ വയ്ക്കരുത്. ദൈവം അതിൻ്റെതായ സമയത്ത് കാര്യങ്ങൾ ക്രമമായിട്ട് ദൈവം നിവർത്തിച്ചു തരും. Omnipotence of God or omnipotency is never in hurry, that we should understand. സർവശക്തിത്വം എന്ന് പറയുന്നത് അതൊരിക്കലും ധൃതിയിലോ പെട്ടെന്നോ എല്ലാം ഉടനെ തന്നെ നിവർത്തിച്ചു തരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. Here God takes his own time. ഇവിടെ ദൈവം ദൈവത്തിൻ്റെതായ സമയത്തിൽ ഓരോ കാര്യങ്ങൾ Dress നിവർത്തിക്കുകയാണ്. yourself, put on sandals, put your outer garments, cloak, and then follow me, angel of the Lord says. അവിടെ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവന് പിന്നാലെ വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. And then Peter was delivered outside the gates, and then he is knocking in the outside the house of Mark. അവിടെ John Mark. അവിടെ താൻ തടവിൽ നിന്ന് വിടുവിക്കപ്പെടുകയും അവൻ ചെന്ന പത്രോസ് Verse 14. മർക്കോസിന്റെ പേരുള്ള യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ വാതിൽ മുട്ടുകയാണ്. And what was the response of the church believers? അവിടെയുള്ള സഭയുടെ ആൾക്കാരുടെ പ്രതികരണം That എന്തായിരുന്നു? servant is saying, "Oh, Peter is standing. I heard the voice." And what the believers said? അവിടെ അവർ പറയാണ് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അവര് തിരിച്ചകത്തേക്ക് ഓടുകയാണ്. What the believers said, "You are out of your mind. You are a mad person." അവര് മലയാളത്തിൽ എന്തുണ്ട്? Yeah. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. ഭ്രാന്തുണ്ട്. These people were praying for the release of the deliverance of Peter. അവർ ആ പത്രോസിന്റെ വിടുതലിനായിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. But what was the faith? എന്നാൽ എന്താണ് അവരുടെ വിശ്വാസം? Oh, Peter. പത്രോസ്, No. You are a mad girl. നിനക്ക് ഭ്രാന്തുണ്ട്, You are out of your mind. നിനക്ക് ബുദ്ധിയില്ലാതെ. But she kept insisting that it was so. They kept saying, "It is his angel." അവര് പിന്നെയും പറയാണ് അത് അവന്റെ ദൂതനായിരിക്കുമെന്ന്. What does it mean? It is his angel. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? They in Jewish belief, after a person die, that his spirit will be here for 1 or 2 days. യഹൂദ ഒരു വിശ്വാസം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അവന്റെ ആത്മാവ് കുറച്ച് 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. And that may be his spirit, or that maybe it is his angel would have spoken like that. You would have heard his voice. അവന്റെ ആത്മാവായിരിക്കും ഒരുപക്ഷെ സംസാരിച്ചത് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇത് പറയുന്നത് അവർ. But Peter continually knocked, and they opened, and they saw him, and they were amazed. എന്നാൽ പടിപ്പുരയ്ക്കൽ നിന്ന് പിന്നെയും പത്രോസ് വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ വാതിൽ തുറക്കുന്നവരെ. Dearly beloved, we see the disbelief or not having enough faith these believers had, but still God is able to do great things in spite of their unbelief. പ്രിയമുള്ളവർ, അവിടെ അവരുടെ അവിശ്വാസം, സഭയുടെ അവിശ്വാസം അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം അവിടെ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. And there was a testimony given by Peter, verse 17. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു സാക്ഷ്യം പത്രോസ് അവിടെ പറയുന്നുണ്ട്. Peter describes to them how the Lord had brought him out of the prison. ഈ തടവിൽ നിന്ന് ദൈവം എങ്ങനെയാണ് അവനെ വിടുവിച്ചത് എന്നുള്ളത് അവൻ അവിടെ വിവരിക്കുന്നുണ്ട്. He is submitting to divine's authority. Lord brought me out of the prison. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന വിവരമാണ് താൻ അവിടെ പറയുന്നത്. Dearly beloved, are we submitting our lives to the sovereign will of God? നാം ദൈവത്തിലെ സന്നിധിയിലേക്ക് നമ്മുടെ ഹിതത്തിനനുസരിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ. Third, the secret is whenever we face conflicts and problems or persecution, we have to submit to the divine sovereignty of God. നാം പ്രശ്നങ്ങളുടെ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ കർത്താവിൽ സമർപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ദൈവം അത് ഏറ്റെടുക്കുക. God's plan for James is different. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. His plan is to be killed. അവന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അവൻ വധിക്കപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നു. But plan for the Peter is different. എന്നാൽ പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. He has to be delivered from the hands of the Herod. ഹെരോദിന്റെ കയ്യിൽ നിന്ന് അവനെ വിടുവിക്കണം എന്നതായിരുന്നു അവന്റെ പദ്ധതി. Really beloved, പ്രിയമുള്ളവരെ, so whenever we face a crisis, നാം ഒരു ബുദ്ധിമുട്ടിലൂടെ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ we have to submit our lives
to the sovereign will and purposes of God. ആ ആത്യന്തികമായ ദൈവത്തിന്റെ വലിയ ഹിതത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ടത് For ആവശ്യമാണ്. some diseases, God will deliver some people according to His will. ചില വ്യക്തികളെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം അതിൽ നിന്ന് വിടുവിക്കും. Some diseases will not be healed and they may die according to His sovereignty. ചില അസുഖങ്ങളിലാകുന്നവരെ ദൈവം തന്റെ ഹിതപ്രകാരം അതിനെ മരണത്തിലേക്ക് ദൈവഹിതപ്രകാരം We അനുവദിച്ചു cannot കൊടുക്കും. question the sovereignty of God. ദൈവത്തിന്റെ ആ വലിയ ഹിതത്തിന് മുന്നിൽ നമുക്കൊരു ചോദ്യങ്ങളും ചോദിക്കുവാനായിട്ടില്ല. Peter is saying, Lord delivered me. പ്രിയ പത്രോസ് അവിടെ പറയാണ് കർത്താവ് അവനെ വിടുവിച്ചു എന്ന്. He is submitting his life to the sovereignty of God. കർത്താവിന്റെ ഹിതത്തിൽ തന്നെ താൻ സമർപ്പിച്ചു കൊടുക്കുകയാണ്. I truly believe that these same believers would have prayed for James and for the deliverance of James, but James was killed. ഒരുപക്ഷെ ഈ സഭ തന്നെയായിരിക്കും യാക്കോബിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ യാക്കോബ് അവിടെ വധിക്കപ്പെടുകയുണ്ടായി. Are we submitting our lives to the Lord's sovereignty? പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ വലിയ ആസ്തിത്വത്തിന് മുമ്പിൽ നമ്മെ തന്നെ നാം സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? Let us examine our lives. നമ്മുടെ ജീവിതത്തെ നാം പരിശോധിച്ച് നോക്കുക. And now the next day came. അതിന്റെ അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോ Verse 18 and 19 you can read. 18-19 വാക്യങ്ങൾ. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദ്യ വിട്ട് കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. Here we see 16 soldiers were put to death. ഇവിടെ നാം കാണുന്നത് 16 പടയാളികളെ അവിടെ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. When the chapter began, 16 soldiers were guarding to kill one person. ഇവിടെ 12-ാം അധ്യായം ആരംഭിക്കുന്ന ആ സമയത്ത് 16 പേരെ നോക്കുവാനായിട്ട് പടയാളികളെ അവിടെ പത്രോസിനെ നോക്കുവാനായിട്ട് ആക്കുന്നു. But in the end of the chapter, that person is delivered and all the 16 soldiers were killed. അധ്യായം അവസാനിക്കുമ്പോൾ നാം കാണുന്നത് ആ 16 പടയാളികളും വധിക്കപ്പെടുകയും ആരെയാണോ സൂക്ഷിച്ചിരുന്നത് അവൻ അവിടെ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യുന്നു. And read on verse 20. 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ Herod is going to Tyre and Sidon. അവിടെ നാം കാണും അവൻ സോര്യയുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ And people are depending on King Herod for food. അവരെ ഹെരോദിനെ ആശ്രയിച്ച ആഹാരത്തിനായിട്ട് ഹെരോദിനെ ആശ്രയിച്ചവരായിരിക്കുന്നു. And Herod is very good in preaching. ഹെരോദാവ് നല്ല പ്രാസംഗികനായിരുന്നു. And people were shouting, "Oh, your preaching is like a voice of God and not voice of man." അവൻ സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമാണെന്ന് ജനം ആർക്കുകയാണ്. And people are glorifying Herod. ആൾക്കാരെല്ലാം കൂടി വരുന്നവർ അവനെ മഹത്വപ്പെടുത്തുകയാണ്. But what happened in verse 23? 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? Immediately an angel of the Lord struck him down because he did not give God the glory. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. What a turn of events here. എത്ര ധൃതിയിലാണ് അവിടെ കാര്യങ്ങൾ മാറിമറിയുകയുണ്ടായത്. Here when the chapter started, ഇവിടെ ആ അധ്യായം തുടങ്ങുന്ന സമയത്ത് Herod wanted Peter to be killed. അവിടെ ഹെരോദാവ് പത്രോസ് വധിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന But in വ്യക്തി. the end of the chapter, അതിന്റെ ആ അധ്യായം അവസാനിക്കുന്ന സമയത്ത് Herod was killed by the angel. എന്നാൽ ദൈവദൂതനാൽ അടിക്കപ്പെട്ട് അവൻ ഹെരോദാവ് തന്നെ മരിക്കുന്ന Herod was killed. എങ്ങനെയാണ് ഹെരോദാവ് അവിടെ കൊല്ലപ്പെടുന്നത്? The angel of the Lord struck him down. കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു. But in verse 8, 8-ാം വാക്യത്തിൽ വരുമ്പോൾ, verse 7, 7-ാം വാക്യത്തിൽ വരുമ്പോൾ, angel of the Lord struck Peter, he lived. അവനെ തട്ടി ദൂതൻ അവിടെ അവനെ തട്ടി ഉണർത്തുകയാണ്. അവൻ Same ജീവിക്കുകയാണ്. Greek word. Angel of the Lord struck Peter, he lived. Angel of the Lord struck Herod, he died. ഗ്രീക്ക് ഭാഷയിൽ അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പത്രോസിനെ തട്ടി പത്രോസ് അവിടെ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. ഹെരോദാവിനെ അടിച്ചു, ഹെരോദാവ് മരിക്കുവാനായിട്ട്. Herod wanted to persecute the church and wants to put end the Christianity. ഹെരോദാവ് അവിടെ വിശ്വാസികളെ കൊന്നുപിടിക്കുവാൻ പീഡിപ്പിക്കപ്പെടുവാനായിട്ട് ക്രിസ്ത്യാനിത്വം നിർത്തുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. But what was the result? എന്തായിരുന്നു അതിന്റെ പരിണിത ഫലം? Read verse 24. 24-ാം വാക്യം നാം വായിക്കുക. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. But the word of God increased and multiplied. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവിടെ പരന്നുകൊണ്ടിരുന്നു അല്ലെങ്കിൽ വർദ്ധിച്ചു, അത് 10 മടങ്ങായിട്ട് We വർദ്ധിച്ചു. may think when problems come, persecution come, the word of God will go away and church will go down. പ്രിയമുള്ളവരെ, പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നാം ചിന്തിക്കുന്നത് സഭ തീർന്നു പോകും, സഭ നിന്നു പോകും, ദൈവത്തിന്റെ വചനം നിന്നു പോകും എന്നാണ് നാം Herod വിചാരിക്കുന്നത്. wanted to end Christianity
But here we see the word of God and the church increased and multiplied. ഹെരോദാവ് വിചാരിച്ചത് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ആ മതം തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ അവസാനിപ്പിക്കുവാനായിട്ടാണ് താൻ തീരുമാനിച്ചത്. എന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വർദ്ധിക്കുവാനായിട്ടാണ് ഇടയായത്. Dearly beloved, we live now in a very persecuted time for so many believers. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസികൾ പലരും പല പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. In Madurai also so many evangelists have police case against them. മധുരൈ എന്ന് പറയുന്ന സ്ഥലത്തും അനേക വിശ്വാസികൾക്കെതിരായിട്ട് അനേക കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ My dad ചെയ്തിരിക്കുകയാണ്. also have an FIR for preaching the gospel in a village. ഒരു സുവിശേഷം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരന്റെ പിതാവിനും ഈ രീതിയിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. And they may put lot of false case against you when you stand for the Lord. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് വളരെ തെറ്റായ അനേക കേസുകൾ അവന്റെ മേൽ ചുമത്തുന്ന സാധ്യത. You may think, okay, persecution come, there is no future for the church. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പീഡനങ്ങൾ വരുമ്പോൾ സഭയ്ക്ക് ഭാവിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, but the word of God will surely multiply as we saw it in the first century church. എന്നാൽ പ്രിയമുള്ളവരെ, ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ ദൈവവചനം മേൽക്കുമേൽ വർദ്ധിക്കുവാനും പരക്കുവാനും അത് കാരണമായിട്ട് Peter തീരുകയാണ്. acknowledged God's sovereignty, but Herod was exalting himself, and he was struck down and he was killed by worms and breathed his last. പത്രോസ് ദൈവത്തിന്റെ ആ വലിയ സർവ്വശക്തിത്വമേൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹെരോദാവ് തന്നെ തന്നെ ഉയർത്തുവാനായിട്ട് ശ്രമിച്ച് തന്നെ അടിച്ചു താൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. Dearly beloved, don't look into the circumstances, you will easily give up. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സാഹചര്യങ്ങളിലേക്ക് നോക്കി മടുത്തു പോകുവാൻ, നിരാശരായി പോകുവാനായിട്ട് ഇടയാകരുതേ. Dearly beloved, when we face crisis and conflict in our lives, we should do three things. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. What is the first thing? ഒന്നാമത്തെ കാര്യം എന്താ? Surround yourself with prayer partners from your church. നിങ്ങളുടെ സഭയിലെ വിശ്വാസികളെ കൊണ്ട് പ്രാർത്ഥനാ ഗോപുരം തീർക്കുക. Come to prayer meeting and share your prayer points. നമ്മൾ പ്രാർത്ഥനാ യോഗങ്ങളിലേക്ക് വരിക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടെ പറയുക. Pray for the persecuted church. പീഡിപ്പിക്കപ്പെട്ട ആ സഭകളെയും വിശ്വാസികളെയും ജയിലിലായിരിക്കുന്ന തടവിലായിരിക്കുന്ന വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. God will deliver and bring a deliverance. തീർച്ചയായിട്ടും ദൈവം നല്ലൊരു വിടുതൽ അവർക്ക് നൽകും. Second is, when problem comes in, we should sleep like a baby. Don't get perplexed. നാം പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആശയക്കുഴപ്പമുള്ളവരായി വിചാരപ്പെടുന്നവരായി മാറാതെ നമ്മൾ ഒരു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങുവാനായിട്ട് നമുക്ക് കഴിയണം. Third thing is, submit your life to divine sovereignty of God. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കർത്താവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. God's plan for James is different. God's plan for Peter is different. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം ഒന്നായിരുന്നുവെങ്കിൽ പത്രോസിനെ കുറിച്ച് മറ്റൊരു ഹിതമാണ് ദൈവത്തിന്. We cannot question why God did for James, why God did it for Peter. We cannot question the creator, the maker of the whole world. നമുക്ക് ഒരിക്കലും ദൈവത്തോട് ദൈവം എന്തുകൊണ്ടാണ് യാക്കോബിന് ഇങ്ങനെ രീതിയിൽ ചെയ്തത്, പത്രോസിന് ഈ രീതിയിൽ ചെയ്തതെന്ന് ചോദിക്കുവാനായിട്ട് യാതൊരു അവകാശവുമില്ല. Submit to God's sovereign will. ദൈവത്തിന്റെ ആ വലിയ ഹിതത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. If you do these things, your life will turn into an 180 degree. It will change completely. നിങ്ങൾ ആ രീതിയിൽ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾ തീർച്ചയായിട്ടും ദൈവം മാറ്റിമറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. Herod wanted to end the Christianity, but in the end of the chapter, the Christianity grew and multiplied and increased. ഹെരോദാവ് ക്രിസ്ത്യാനിത്വം അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ അധ്യായം അവസാനിക്കുമ്പോൾ ദൈവവചനം മേൽക്കുമേൽ വർദ്ധിച്ചതായിട്ടാണ്. Angel of the Lord struck Peter, he lived, but the angel of the Lord struck Herod, he died. ദൈവത്തിന്റെ ദൂതൻ അടിച്ച സമയത്ത് പത്രോസ് ജീവനിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ഹെരോദാവിനെ അടിച്ച സമയത്ത് അവൻ മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. 16 soldiers were there to kill one person, but at the end of the chapter that person was delivered and all the 16 soldiers were killed. 16 പടയാളികളെ പത്രോസ് എന്ന ഏക വ്യക്തിയെ നോക്കുവാനായിട്ട് അവിടെ ആദ്യം ആ അധ്യായത്തിന്റെ തുടക്കം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അവസാനം വരുമ്പോൾ ആ വ്യക്തി തന്നെ രക്ഷപ്പെടുകയും 16 പടയാളികൾ വധിക്കപ്പെടുകയും ചെയ്യുക. Here we see one person, Peter, who is acknowledging his God's sovereignty, but in the end of the chapter we see Herod, who didn't give God's glory or acknowledge God's sovereignty. He exalted himself like God and he was struck down. പത്രോസ് എന്ന വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തെ ഉയർത്തിയ സമയത്ത് ഹെരോദാവ് തന്നെ തന്നെ ഉയർത്തുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവം അവനെ അടിച്ച് അവൻ മരിക്കുവാനായിട്ട് ഇടയായി. Dearly beloved, when we submit to God's will and purposes, he is able to turn your life upside down. പ്രിയമുള്ളവരെ, നമ്മുടെ ഹിതം, നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഹിതത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നല്ലതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റി മറിക്കും. We are living in an interesting time, very exciting time.
even though it is a persecuted time. പ്രിയമുള്ളവരെ, ഒരു പീഡനങ്ങളുടെ നാളുകളുടെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും വളരെ രസകരമായ ഒരു ജീവിതത്തിലൂടെയാണ് നാം God കടന്നു is പോകുന്നത്. able to do great things for the nation of India. പ്രിയമുള്ളവരെ, ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം The word ചെയ്യുവാനായിട്ട് of God ആഗ്രഹിക്കുന്നു. says it is going to be increased and multiplied in the future. ദൈവവചനം തീർച്ചയായിട്ടും വർദ്ധിക്കുവാനും വളരുവാനും ഇത് ഇടയായി തീരും. Many are going to get saved and many assemblies are going to be established. വളരെ സഭകൾ ഉണ്ടാകുവാനും വളരെ ദൈവവിശ്വാസികൾ ഉണ്ടാകുവാനും ഇടയായി തീരും. When is going to happen? When we submit ourselves to the God's sovereignty. പ്രിയമുള്ളവർ, അത് എപ്പോഴാ സംഭവിക്കുക? നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നാം പൂർണ്ണമായി We are not in സമർപ്പിച്ചു. control of our lives. God is in control of our lives. നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നത് നാം തന്നെയാകരുത്, ദൈവം തന്നെ നമ്മുടെ ജീവിതങ്ങളെ When we നിയന്ത്രിക്കുവാനായിട്ട് do ഇടയാകണം. that, we will pray more. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാം തീർച്ചയായിട്ടും കൂടുതലായി ദൈവത്തോട് പ്രാർത്ഥിക്കും. We will rest more. നാം ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കും. We will submit our lives more. നാം ദൈവസന്നിധി നമ്മെ തന്നെ കൂടുതലായി സമർപ്പിക്കും. May God help us and may His name be glorified. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ.